നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ജാർഖണ്ഡിൽ വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഈ രാത്രി നടക്കുന്നത്. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവെച്ചു. ഖനന അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് ഹേമന്ത് സോറന്റെ രാജി. നിലവിലെ ഗതാഗത മന്ത്രി ചമ്പൈ സോറൻ പുതിയ മുഖ്യമന്ത്രിയാകും. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഹേമന്ത് സോറനെ ED കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ചമ്പൈ സോറന്റെ സത്യപ്രതിജ്ഞ ഇന്ന് രാത്രി തന്നെ ഉണ്ടാകുമെന്നാണ് JMM നേതാക്കൾ അറിയിക്കുന്നത്. विधायक दल के नेता के रूप में चंपाई सोरेन को हम लोगों ने चुन लिया है। महामहिम राज्यपाल महोदय से निवेदन करने आए हैं कि उनको ओथ कराएं। ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ R അച്യുതനും R രാധാകൃഷ്ണനും നൽകും. ആർക്കെ, നേരത്തെ നമ്മൾ അറിഞ്ഞത് ഈ ഹേമന്ത് സോറനെ കസ്റ്റഡിയിലെടുത്ത ശേഷം ED ഉദ്യോഗസ്ഥർ തന്നെയാണ് അദ്ദേഹത്തെ രാജ്ഭവനിൽ കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ രാജിക്കത്ത് ഗവർണർക്ക് കൈമാറിയത് ED ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ ആയിരുന്നു എന്നാണ്. അപ്പോൾ അറസ്റ്റ് ഏത് സമയവും രേഖപ്പെടുത്താം. സാങ്കേതികമായ നടപടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിജയൻ. കാരണം ഇത് അസാധാരണമായിട്ടുള്ള ഒരു നടപടിക്രമത്തിന്റെ തുടർച്ചയായിട്ട് നടക്കുന്നതാണ്. ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ കുറവ് EDക്കും ഉണ്ട്. ഈ അറസ്റ്റ് മെമ്മോ കൈമാറണം. അറസ്റ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തേണ്ട വാചകങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചില നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതാണ് നിലനിന്നിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനോപാധി എന്ന രീതിയിൽ ഹേമന്ത് സോറൻ തന്നെ രാജി സന്നദ്ധത അറിയിക്കുകയും രാജി കൈമാറാനായിട്ട് താൻ സന്നദ്ധനാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ആ വിധത്തിലാണ് JMMന്റെ ചില MLA മാർ പറയുന്നത്. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം രാജ്ഭവനിലേക്ക് ED ഉദ്യോഗസ്ഥരോടൊപ്പം പോയത്. കസ്റ്റഡിയിൽ തുടർന്നുകൊണ്ടാണ് ഈ രാജിക്കത്ത് കൈമാറിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി അറസ്റ്റ് മെമ്മോ കൈമാറുക എന്ന നടപടിക്രമം മാത്രമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് ഏതാനും സമയങ്ങൾക്കകം തന്നെ അത് നടപടിക്രമം പൂർത്തിയാക്കും. അതോടുകൂടി ഹേമന്ത് സോറന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ അറസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് ED വ്യക്തമാക്കുന്നത്. ED ഏതാണ്ട് 7 തവണയാണ് ഈ നോട്ടീസ് നൽകിയത്. അവസാന തവണ നോട്ടീസ് നൽകുമ്പോൾ രേഖപ്പെടുത്തിയിരുന്ന വാചകങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അല്പം കടുപ്പമേറിയ വാക്കുകളായിരുന്നു. താങ്കൾക്ക് 7 തവണ അവസരം നൽകി, ഇനിയും ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ മറ്റ് ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അതിനോട് പ്രതികരിക്കാതെയാണ് ഹേമന്ത് സോറൻ ഒളിവിൽ പോകുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായത്. ED ആണ് ഒളിവിൽ പോയി അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല 30 മണിക്കൂറോളം എന്ന് പറഞ്ഞത്. തുടർന്ന് അദ്ദേഹത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള സാഹചര്യം വരികയും തുടർന്ന് അദ്ദേഹം തന്നെ പ്രത്യക്ഷനാവുകയും ചെയ്യുകയായിരുന്നു. ഇതിന് തുടർച്ചയായി നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട പണമടക്കം പിടിച്ചെടുക്കുകയും ചെയ്തു. അത് ഹേമന്ത് സോറന് വലിയ തിരിച്ചടിയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ മറ്റൊരു ഉപാധി അറസ്റ്റിന് വഴങ്ങുകയല്ലാതെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഹേമന്ത് സോറൻ EDക്ക് മുന്നിലേക്ക് പോകാനായി തീരുമാനിച്ചതും താൻ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പലതവണ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഹേമന്ത് സോറന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനവും ഉണ്ടായില്ല. അറിയാനായി സാധിക്കുന്നത് ഇന്നലെ വൈകിട്ടുകൂടി അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു പ്രത്യേക അനുമതി ഹർജി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ചർച്ച ചെയ്തിരുന്നു എന്നുള്ളതാണ്. 2024 നവംബർ വരെ മാത്രമാണ് ആ സർക്കാരിന് കാലാവധി ഉള്ളത്. അതുകൊണ്ട് ആ സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന് വിവരിച്ചുകൊണ്ട് ഒരു ഹർജി സമർപ്പിക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ വലിയ തിരിച്ചടിയാകും ഈ സുപ്രീം കോടതി മുൻപ് പറഞ്ഞ ഉപാധികൾ പോലും അംഗീകരിക്കാതെയാണ് അദ്ദേഹം ഒളിവിലടക്കം പോയത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ ED വിവരിച്ചാൽ അദ്ദേഹത്തിന് പിന്നീട് ഈ കേസിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരാമർശങ്ങളിലേക്ക് ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകും എന്ന ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. ഇതിനെ തുടർന്നാണ് വീണ്ടും ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതനുസരിച്ച് ചോദ്യം ചെയ്യലിന് അദ്ദേഹം ഹാജരാവുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഫസ്റ്റ് ഫാമിലി എന്നാണ് വിജയൻ ആ ഫാമിലി അറിയപ്പെടുന്നത്, ആ കുടുംബം അറിയപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ ഫാമിലിയെ ജാർഖണ്ഡിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ഫാമിലിയിലെ ഹേമന്ത് സോറന് അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് അധികാരം കൈമാറണമെന്നായിരുന്നു താല്പര്യമെങ്കിലും പക്ഷേ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് അദ്ദേഹത്തിന് അതിന് സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം മറിച്ച് ചിന്തിച്ചത് എന്നും അറിയാൻ സാധിക്കുന്നു. ഏതായാലും അറസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം പൂർത്തിയാകും. ആ അറസ്റ്റ് നടപടികൾ എന്തായാലും വളരെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത് റാഞ്ചിയിൽ. അതിന്റെ വിവരങ്ങളാണ് വരുന്നത്. അച്യുതൻ കൂടി ചേരുന്നുണ്ട്. അച്യുതൻ, ഈ ചമ്പൈ സോറനിലേക്ക് എങ്ങനെയാണ് JMM നേതാക്കൾ എത്തിയത്?
കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരുന്നു. ഇന്നലെ നിയമസഭാ കക്ഷി യോഗത്തിൽ MLA അല്ലാതിരുന്നിട്ടും കൽപ്പന പങ്കെടുത്തതൊക്കെ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഈ BJP ഈ JMM-നെ പിളർത്തി സർക്കാർ രൂപീകരിക്കുമോ എന്ന ആശങ്കയുള്ളത് കൊണ്ടാണോ ചെമ്പൈ സോറൻ എന്ന ഒരു രാഷ്ട്രീയക്കാരനിലേക്ക് തന്നെ JMM ഒടുവിൽ മുഖ്യമന്ത്രി പദവി നൽകാൻ തീരുമാനിച്ചത്? അങ്ങനെ വേണം കരുതാൻ, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, ചെമ്പൈ സോറിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഒരു മുതിർന്ന JMM-ന്റെ ഒരു മുതിർന്ന നേതാവ് കൂടിയാണ്. 2 തവണയാണ് ജാർഖണ്ഡിന്റെ മന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ളത്. ഈ പ്രാവശ്യം അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. ഒപ്പം തന്നെ ഈ പാർട്ടിയുമായിട്ട് വളരെ കാലത്തൊരു ബന്ധം അദ്ദേഹത്തിനുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിലേക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം നൽകുവാനുള്ള തീരുമാനം ഇന്നലെ ചേർന്ന കക്ഷിയോഗത്തിലടക്കമുണ്ടായത്. കൽപ്പന സോറിനെ മുഖ്യമന്ത്രിയാക്കുവാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കൂട്ടം ബസന്ത് സോറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നൊരു ആവശ്യവും പ്രകടിപ്പിച്ചതായുള്ള വിവരങ്ങളുണ്ട്. എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ മുതിർന്ന നേതാവെന്ന നിലയ്ക്ക് ചെമ്പൈ സോറിനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ED പിടിമുറുക്കിയതോടെ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നത്. എന്തായാലും JMM-നെ സംബന്ധിച്ച് നേരിയ തിരിച്ചടികൾ നൽകുന്നതാണ് ഹേമന്ത് സോറിനെതിരെയുള്ള ED നടപടികൾ. ഗോത്രവർഗ വിഭാഗങ്ങളുടെ തന്നെ ഒരു നേതാവായി അല്ലെങ്കിൽ അവരൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് ഹേമന്ത് സോറൻ. ഈ ED നടപടി നേരിട്ട സമയങ്ങൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് പല ഗോത്ര വിഭാഗങ്ങൾ EDക്കെതിരെ സംസ്ഥാനത്ത് ഉടനീളം നടത്തിയിരുന്നു. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലും പലയിടങ്ങളിലായി ഈ ED നടപടിക്കെതിരെ JMM പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ഒപ്പം ഈ അവസാന സമൻസിൽ, അതായത് 9ാമത്തെ സമൻസ് നൽകുമ്പോൾ ഒരു സാധാരണ നടപടിയെക്കാളും ഒരു അസാധാരണ നടപടിയാണ് EDയിൽ നിന്നും ഉണ്ടായത്. ഹേമന്ത് സോറൻ ഡൽഹിയിലേക്ക് ചില ആവശ്യങ്ങൾക്കായി ഞായറാഴ്ച രാത്രി എത്തുന്നു. തിങ്കളാഴ്ച രാവിലെ EDയുടെ ഒരു സംഘം ഡൽഹിയിലെത്തുന്നു. അദ്ദേഹത്തിന് ഡൽഹിയിലെ വസതിയിൽ അദ്ദേഹമുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് അവിടേക്ക് എത്തുന്നു. പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്താനായില്ല. തുടർന്ന് അവിടെ ഒരു പരിശോധന നടത്തുകയും ഏതാണ്ട് 36 ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത്. 2 ആഡംബര വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം റാഞ്ചിയിലെ എയർപോർട്ട് കേന്ദ്രീകരിച്ച് ED സംഘം നിലയുറപ്പിച്ചു. എന്നാൽ ആ ED സംഘത്തെ മറികടന്നുകൊണ്ട് അന്ന് വിദഗ്ധമായി ഹേമന്ത് സോറൻ റോഡ് മാർഗമാണ് റാഞ്ചിയിലേക്ക് എത്തിയത്. അതിനുശേഷം ഈ നിയമസഭാ കക്ഷിയോഗം അടക്കം വിളിച്ചു ചേർത്തു. കാരണം ഹേമന്ത് സോറിന് ഈ നീക്കങ്ങൾ, അതായത് ഒരു അറസ്റ്റിലേക്ക് തന്നെയാണ് നീങ്ങുന്നതെന്ന് കൃത്യമായി മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്കിടെ ചെമ്പൈ സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. രാത്രി തന്നെ സത്യപ്രതിജ്ഞ നടത്തുമെന്നാണ് JMM നേതാക്കൾ അറിയിക്കുന്നത്. അവിടെ സർക്കാരിനെ വീഴ്ത്താനുള്ള പ്രതിപക്ഷ നീക്കങ്ങൾ കൂടി JMM മുന്നിൽ കാണുന്നുണ്ട്. ചെമ്പൈ സോറന്റെ ദൃശ്യങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. राज्यपाल महोदय को अपना दावा पेश किए। हम लोगों ने 43 MLA का समर्थन के साथ आज हम लोग गए थे। उसमें हमारा झारखंड कांग्रेस पार्टी से लेकर झारखंड मुक्ति मोर्चा आज भी सारे लोग हम लोग मिलकर गए थे और हमारे पास 47 जो है MLA हमारा साथ आज है। उसमें 43 और एक हमारे स्पीकर साहब, उसका भी समर्थन आप लोग जानते होंगे, पार्टी से जी हेमंत सोरेन इस्तीफा दिए हैं और हम लोगों ने नई सरकार बनाने के लिए दावा पेश किया। चंपई सोरेन जी माननीय मुख्यमंत्री रहेंगे जी। समय नहीं दिया है, उन्होंने बोला कि हम देखेंगे, आपको समय देंगे। आज कहीं समय मांगा था आप लोगों ने शपथ ग्रहण के लिए? नहीं, शपथ करने के लिए कोई समय नहीं मांगे थे। हम लोग सिर्फ इतना ही बोले थे कि हमारा दावा सही है और हम लोग को बुलाया जाए। हम लोग आपको कहाँ भी बोले, हम लोग आज भी मेरे साथ जो है 43 विधायक है, वो लोग भी चाहते हैं कि हम लोग वहाँ पर परेड करें, लेकिन उन्होंने मना किया है कि नहीं, आप लोग दावा पेश किए हैं। उन्होंने इस्तीफा दे दिया, अपना चले गए। हम सब ने अपना सरकार बनाने का दावा पेश किया है। 43 चंपई सोरेन हमारे नए मुख्यमंत्री होंगे, उनके नेतृत्व में हम लोगों ने दावा पेश किया है। और बोलिए बोलिए। अब हम कह दिया, बाकी समय है ना आप लोग को आने का, बोलने का। आप मुख्यमंत्री बनेंगे, क्या कुछ आगे की रणनीति रहेगी?
तो भाई इन्होंने स्पष्ट कहा है कि हमें जल्दी शपथ ग्रहण का समय दें, हम बहुमत साबित करेंगे। हमारे 43 विधायक बाहर खड़े हैं, अगर आप उसे देखना चाहें तो आप देख सकते हैं। उन्होंने कहा कि मैं आपके पत्र को पढ़ रहा हूं, जल्दी ही आपको बुलावा भेजूंगा। अच्छा, मुख्यमंत्री हेमंत सोरेन आप गिरफ्तार हो गए। 47 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നാണ് ചമ്പൈ സോറനും അദ്ദേഹത്തോടൊപ്പമുള്ളവരും അവകാശപ്പെടുന്നത്. ആരും അവരുടെ JMM-ൽ നിന്ന് മാറി നിൽക്കുന്നില്ല, ഘടകകക്ഷികളിൽ നിന്നും മാറി നിൽക്കുന്നില്ല. മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ട്. ഇന്ന് രാത്രി തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കും എന്നതാണ് പുതിയ സൂചന. എന്തായാലും തിരക്കിട്ട നീക്കങ്ങളാണ് റാഞ്ചിയിൽ നടക്കുന്നത്. ആർ അച്യുതനും ആർ രാധാകൃഷ്ണനുമാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടി പ്രസംഗത്തിൽ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരായ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. തന്റെ കൈകൾ ശുദ്ധമാണെന്നും അതുകൊണ്ട് തല ഉയർത്തി മറുപടി പറയുമെന്നും പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ഭാര്യ സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ കിട്ടിയ പണമാണ് മകൾ വീണയ്ക്ക് കമ്പനി തുടങ്ങാൻ നൽകിയത്. കമല ഇന്റർനാഷണൽ എന്ന പേരിൽ പണ്ടുയർന്ന വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി ഇപ്പോൾ മകൾക്കെതിരെയാണ് ചിലർ തിരിഞ്ഞിരിക്കുന്നതെന്നും വിമർശിച്ചു. അതേസമയം ആരോപണം ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് ഒരു വിശദീകരണവും തൃപ്തികരമല്ലെന്നും ചൂണ്ടിക്കാട്ടി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടിയുടെ അവസാനമാണ് വീണ വിജയനുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. കമല ഇന്റർനാഷണൽ, ടെക്നിക്കാലിയ, സിംഗപ്പൂർ യാത്ര അങ്ങനെ നേരത്തെ ഭാര്യയ്ക്കെതിരെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ മകൾക്കെതിരെ തിരിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി. നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കം ഉണ്ടാവില്ല. ഞാൻ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറഞ്ഞല്ലോ, മനസ്സമാധാനമാണ് പ്രധാനം. ഒന്നും എന്നെ യേശില്ല. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. എക്സാലോജിക് രേഖകളൊന്നും ഹാജരാക്കിയില്ലെന്ന ആരോപണം ആവർത്തിച്ച VD സതീശൻ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ശരിയായിരുന്നില്ല, അവാസ്തവമായിരുന്നു. പച്ചക്കള്ളമൊന്നും ഞാൻ പറയല്ല, അവാസ്തവമായിരുന്നു. ഈ അവസരം കൊടുത്തിട്ടും അവർ ഒരു രേഖയും ഹാജരാക്കിയില്ല. അപ്പൊ അത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത്. കമ്പനിയുടെ അക്കൗണ്ടിലും അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല. അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പരിധിയിൽ വരും. കള്ളപ്പണം വെളുപ്പിച്ച നടപടിയാണ് എന്നാണ് ഫൈൻഡിംഗ്. ഡൽഹിയിലെ സമരത്തിന് ഒറ്റയ്ക്ക് പോകണമെന്നല്ല ആഗ്രഹിച്ചതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. LDF-ൽ ചർച്ച ചെയ്യും മുൻപ് പ്രതിപക്ഷവുമായി സംസാരിച്ചിരുന്നു. പ്രധാനമന്ത്രി എത്തിയപ്പോൾ സ്വീകരിക്കാൻ പോയത് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2 മണിക്കൂറും 10 മിനിറ്റുമെടുത്താണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. തുടർന്ന് നന്ദിപ്രമേയം നിയമസഭ അംഗീകരിച്ചു. 24 തിരുവനന്തപുരം. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വൻ അഴിമതി ആരോപണം ഉന്നയിച്ച് PV അൻവർ. സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാനായി പ്രതിപക്ഷ നേതാവ് 150 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം. കർണാടകയിലെയും ഹൈദരാബാദിലെയും IT ലോബിയിൽ നിന്ന് ലഭിച്ച പണം ശീതീകരിച്ച മീൻ വണ്ടിയിൽ കേരളത്തിലെത്തിച്ചുവെന്നും അൻവർ ആരോപിച്ചു. ആരോപണത്തെ പരിഹാസത്തോടെ പ്രതിപക്ഷ നേതാവ് തള്ളി. നിയമസഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു PV അൻവറിന്റെ അഴിമതി ആരോപണം. സിൽവർ ലൈൻ പദ്ധതി വന്നാൽ കേരളത്തിലെ 14 ജില്ലകളും IT ഹബ്ബായി മാറും. ഇത് തടയാൻ കർണാടക, ഹൈദരാബാദ് IT ലോബി ഇടപെട്ടുവെന്നാണ് അൻവറിന്റെ ആരോപണം. ഇതിനായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ചർച്ച നടത്തി ഇവർ VD സതീശന് പണം നൽകി. ഇതോടെയാണ് പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതെന്നും അൻവർ ആരോപിച്ചു. പിന്നാലെ പണം കേരളത്തിൽ എങ്ങനെ എത്തിയെന്ന സഭയിൽ അൻവർ. AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു. 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 150 കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ VD സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ കൂടി പരിഹസിച്ചായിരുന്നു VD സതീശന്റെ മറുപടി. സാർ, ഞാൻ ചിരിക്കണോ അല്ലെ നിങ്ങളെ ഓർത്ത് കരയണോ? നിങ്ങളുടെ ഗതികേട് ഓർത്തിട്ട് കരയണോ? ഞാൻ ഈ പറഞ്ഞ ആളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ ഇതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പ്രതിപക്ഷ നേതാവിന് 150 കോടി രൂപ കൊടുത്തു. അത് ഫ്രീസ് ചെയ്ത ഒരു മത്സ്യ ലോറിയിൽ ചാവക്കാട് എത്തിച്ചു. അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി.
പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ അത് ഏത് വഴിക്കാണ് പോയെന്ന് പറഞ്ഞില്ല. 2 മണിക്കൂറിലധികം സഭയിൽ പ്രസംഗിച്ചിട്ടും അൻവറിന്റെ അഴിമതി ആരോപണം മുഖ്യമന്ത്രി ഏറ്റെടുത്തില്ല. സതീശനെതിരെ അൻവർ നടത്തിയ അപകീർത്തികരമായ ചില വാക്കുകൾ ഇതിനിടെ സഭാരേഖയിൽ നിന്നും സ്പീക്കർ നീക്കി. 24 തിരുവനന്തപുരം. കേന്ദ്ര ബജറ്റ് നാളെ. വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ വേഗം വർദ്ധിച്ചതും രാമക്ഷേത്ര നിർമ്മാണവും മുത്തലാഖ് നിരോധിച്ചതും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളായി ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപനം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ത്രിവർണ്ണ പതാക ഉയർന്നതും G20 വിജയകരമായി നടത്തിയതും രാജ്യത്തിന്റെ യശസ് ഉയർത്തി. വനിതാ സംവരണ ബിൽ പാസാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി അഭിനന്ദിച്ചു. राम मंदिर के निर्माण की आकांक्षा सदियों से थी, आज ये सोच हो चुका है. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണെന്ന പ്രസ്താവന ജയ് ശ്രീരാം വിളികളോടെ ഭരണപക്ഷം സ്വീകരിച്ചു. അമൃത് കാലത്തിന്റെ തുടക്കത്തിൽ നിർമ്മിച്ച പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ തന്റെ ആദ്യ പ്രസംഗമാണെന്ന് രാഷ്ട്രപതി ആമുഖമായി പറഞ്ഞു. രാജ്യത്തിന് ഐതിഹാസിക നേട്ടങ്ങൾ നൽകിയ വർഷങ്ങളാണ് കഴിഞ്ഞുപോയതെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. പ്രതിസന്ധികൾക്കിടയിലും സമ്പദ്ഘടന വളർന്നു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തി. G20 വിജയകരമായി സംഘടിപ്പിച്ചു. കായിക രംഗത്തും നേട്ടങ്ങളുണ്ടായി. വനിതാ സംവരണ ബിൽ പാസാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. 3 दशक बाद नारी शक्ति बंधन अधिनियम पारित करने के लिए मैं आपकी सराहना करती हूँ. इससे लोकसभा और विधानसभा के महिलाओं की ज्यादा भागीदारी सुनिश्चित हुई है. പുതിയ കീഴ്വഴക്കങ്ങൾ രാഷ്ട്രപതിയുടെ അഭിസംബോധനയെ ശ്രദ്ധേയമാക്കി. കുതിരവാഹനത്തിലാണ് രാഷ്ട്രപതി പാർലമെന്റിലെത്തിയത്. പാർലമെന്റിൽ രാഷ്ട്രപതിക്ക് ചെങ്കോൽ അകമ്പടിയായി. ബഡ്ജറ്റ് സമ്മേളന കാലയളവിൽ പുതിയ പാർലമെന്റിൽ ഇനിയുമേറെ പുതിയ കീഴ്വഴക്കങ്ങളുണ്ടോ? വരും ദിവസങ്ങളാകും അതിനുള്ള ഉത്തരം പറയുക. ഫെബ്രുവരി 9 വരെയാണ് പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം നീളുന്നത്. ക്യാമറമാൻ മോഹൻകുമാറിനൊപ്പം ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, 24. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. സ്ത്രീപക്ഷ ബജറ്റായിരിക്കും ഇത്തവണത്തേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിനായുള്ള സൂത്രവാക്യമാകും നാളെ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 6ാം ബഡ്ജറ്റ്. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ ഇടക്കാല ബഡ്ജറ്റ് നൽകും. PM കിസാൻ നിധി 9,000 രൂപ വരെ ഉയർത്തുമെന്നാണ് വിവരം. വനിതാ ശാക്തീകരണത്തിനുള്ള നിർദ്ദേശങ്ങളും ബഡ്ജറ്റിൽ ഇടം പിടിക്കും. തൊഴിൽ സംരംഭകരായ വനിതകൾക്ക് വായ്പ കൂടുതൽ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികളടക്കം പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. തൊഴിൽ മേഖല കാത്തിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങളും നാളെ ഉണ്ടായേക്കാം. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കൂടുതൽ തുക സർക്കാർ വകയിരുത്തും. ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായുള്ള പുതിയ പദ്ധതികൾക്കും ബഡ്ജറ്റിൽ ഇടമുണ്ടാകും. വയോധികരുടെ ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആരോഗ്യ പദ്ധതികൾ, ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനങ്ങൾ, ഇവയ്ക്കും ധനമന്ത്രി തയ്യാറാകുമെന്നാണ് വിവരം. റെയിൽ മേഖലയിൽ കൂടുതൽ മുതൽ മുടക്ക് സർക്കാർ പ്രഖ്യാപിക്കും. വാണിജ്യ വ്യാപാര മേഖലയിലെ പുതിയ നികുതി ഇളവുകൾ സംബന്ധിച്ച ആലോചനയും സർക്കാർ ബഡ്ജറ്റിൽ നടത്തിയേക്കാം. 11 മണിക്കാണ് നാളെ ധനമന്ത്രി ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുക. നാളെ 6ാം ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിയുമ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു പുതിയ റെക്കോർഡിന് കൂടി അർഹയാകും. മൊറാർജി ദേശായിക്കൊപ്പം 6 ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ധനമന്ത്രി എന്നതാകും നിർമ്മല സീതാരാമന് ലഭിക്കുന്ന ഖ്യാതി. അവതരിപ്പിക്കുന്നത് ഇടക്കാല ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വരും. ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, 24. ഗ്യാൻവാപി മസ്ജിദിന്റെ ഒരു ഭാഗത്ത് പൂജ നടത്താൻ ഹിന്ദു വിഭാഗത്തിന് കോടതിയുടെ അനുമതി. വാരാണസി ജില്ലാ കോടതിയാണ് ആവശ്യം അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. മസ്ജിദിൽ സീൽ ചെയ്ത് സൂക്ഷിച്ച ഭാഗത്താണ് ആരാധനയ്ക്ക് അനുമതി. 7 ദിവസത്തിനകം ആവശ്യമായ ക്രമീകരണം ഒരുക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കോടതി നിർദ്ദേശം നൽകി. ജില്ലാ കോടതിയുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മസ്ജിദ് കമ്മിറ്റി അറിയിച്ചു. പത്ത് നിലവറകളാണ് ഗ്യാൻവാബിയിലുള്ളത്. ഇതിലെ 3 എണ്ണത്തിൽ പൂജ നടത്താനാണ് അനുവാദം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള പൂജാരിമാർക്ക് നിലവറയിൽ പൂജ നടത്താം. നിലവറയിലേക്ക് കടക്കുന്നത് തടഞ്ഞ് ഇപ്പോൾ ബാരിക്കേഡുകൾ നിലവിലുണ്ട്.
ഈ ബാരിക്കേഡുകൾ നീക്കാനും കോടതി ആവശ്യപ്പെട്ടു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് സർവേ നടത്താൻ നിലവറകൾ നേരത്തെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം മുദ്ര വെച്ചിരുന്നു. നിലവറകളിൽ മുമ്പ് പൂജ നടന്നിരുന്നതായി സ്ഥാപിക്കപ്പെട്ട സാഹചര്യത്തിലാണ് അനുവാദമെന്ന് വാരണാസി ജില്ലാ കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിക്കുമെന്ന് മുസ്ലിം വിഭാഗം അറിയിച്ചു. നാളെ തന്നെ അപ്പീൽ അലഹബാദ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് വിവരം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ഇഡിയുടെ സമൻസ്. ഇത് 5ാം തവണയാണ് ഇതേ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ഇഡി സമൻസ് നൽകുന്നത്. ചോദ്യം ചെയ്യലിന് ഇതുവരെ അരവിന്ദ് കെജ്രിവാൾ ഹാജരായിരുന്നില്ല. പശ്ചിമ ബംഗാളിലെ മാൽഡയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് സമാനമായി മമതാ ബാനർജിയുടെ പദയാത്ര. ബീഹാറിലെ കത്തിഹാറിൽ പര്യടനത്തിനു ശേഷമാണ് രാഹുൽ പശ്ചിമ ബംഗാളിൽ തിരിച്ചെത്തിയത്. രാഹുലിന്റെ വിമർശനങ്ങളിൽ കഴമ്പില്ലെന്ന് NDAയിലേക്ക് കൂറുമാറിയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര മാൾഡയിൽ പര്യടനം നടത്തുന്നതിനിടയിലാണ് തൃണമൂൽ കോൺഗ്രസ് മുൻകൂട്ടി നിശ്ചയിച്ച മമതാ ബാനർജിയുടെ പദയാത്രയും നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമത ആവർത്തിച്ചു. മാൾഡയിൽ തൃണമൂൽ 2 സീറ്റുകൾ നൽകാമെന്ന് അറിയിച്ചെങ്കിലും കോൺഗ്രസ് അത് നിരസിച്ചുവെന്നും മമത ആരോപിച്ചു. ഇതോടെ സീറ്റ് വിഭജന ചർച്ചകൾ പരാജയപ്പെട്ടു എന്നത് വ്യക്തം. മാൾഡയിൽ തിക്കിനും തിരക്കിനുമിടെ രാഹുൽ ഗാന്ധി സഞ്ചരിച്ച വാഹനത്തിന്റെ ചില്ല് തകർന്നു. സുരക്ഷാ വീഴ്ചയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ജാതി സർവേയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വിഡ്ഢിത്തം പറയുന്നുവെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വിമർശിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ പേര് മാറ്റാൻ താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ആ നിർദ്ദേശം അംഗീകരിച്ചില്ലെന്നും നിതീഷ് കുമാർ പ്രതികരിച്ചു. നാളെ യാത്ര പശ്ചിമ ബംഗാൾ പര്യടനം പൂർത്തിയാക്കി വീണ്ടും ബീഹാറിലേക്ക് കടക്കും. 24, ഡൽഹി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. MLAക്ക് തിരിച്ചടി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രിയും തൃപ്പൂണിത്തുറ MLAയുമായ കെ ബാബുവിന് തിരിച്ചടി. 25.82 ലക്ഷം രൂപയുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. കെ ബാബു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന് വിജിലൻസും നേരത്തെ കണ്ടെത്തിയിരുന്നു. 2007 ജൂലൈ മുതൽ 2016 മെയ് വരെയുള്ള കാലയളവിൽ മുൻ മന്ത്രി കെ ബാബു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് കണ്ടെത്തൽ. കേസിൽ നേരത്തെ ED കെ ബാബുവിനെ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വത്ത് കണ്ടുകെട്ടിയത്. 25.82 ലക്ഷം രൂപയുടെ സ്വത്താണ് കണ്ടുകെട്ടിയത്. കേസിൽ ആദ്യം വിജിലൻസാണ് അന്വേഷണം നടത്തിയത്. കെ ബാബു അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2017 വിജിലൻസ് നൽകി. ഇതിന് പിന്നാലെയാണ് ED കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. 24, കൊച്ചി. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായി ഇടതു സംഘടനാ നേതാവ് CN രാമനെ നിയമിച്ച സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഹൈക്കോടതിയോട് ആലോചിക്കാതെയാണ് നിയമനം നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. CN രാമന് മതിയായ യോഗ്യതയില്ലെന്നും വിരമിക്കൽ ആനുകൂല്യം അടക്കം നൽകരുതെന്നും കോടതി വ്യക്തമാക്കി. ഡിസംബർ 14-നാണ് CN രാമൻ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായി ചുമതലയേറ്റത്. ഇതിന് പിന്നാലെ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി കോടതിയിലെത്തിയിരുന്നു. ഇന്നാണ് CN രാമൻ വിരമിക്കുന്നത്. ഇന്ന് തന്നെയാണ് നിയമനം റദ്ദാക്കി ഹൈക്കോടതി ഉത്തരവിട്ടത്. ശബരിമലയിലെത്തിയ യഥാർത്ഥ ഭക്തർ ആരും മാലയൂരിയോ തേങ്ങയുടച്ചോ ദർശനം നടത്താതെ പോയിട്ടില്ലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ശബരിമലയെ തകർക്കാനുള്ള വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും ദേവസ്വം മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. മന്ത്രി നിയമസഭയിൽ വിശ്വാസികളെ അവഹേളിച്ചെന്ന ആരോപണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി. നിയമസഭയിലെ ചോദ്യോത്തരവേളയിലായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രതികരണം. ശബരിമലയെ തകർക്കാൻ ചിലർ ബോധപൂർവം ശ്രമിച്ചു. കപടഭക്തരാണ് പ്രശ്നങ്ങളുണ്ടാക്കിയത്. പോലീസ് വളരെ കൃത്യമായി ഇടപെട്ടെന്നും മന്ത്രി നിയമസഭയിൽ. യഥാർത്ഥ ഭക്തന്മാരാരും മാലയൂരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല. കപടഭക്തന്മാർ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. സന്നിധാനത്ത് വരെ എത്തിയതിന് ശേഷം അവിടെ തിരുമടിക്കെട്ടുമായി വന്നതിന് ശേഷം അവിടുന്ന് തിരിച്ചു പോരുന്ന 2-3 ആളുകളെ എടുത്ത് അതിൻ്റെ പ്രചരണം വല്ലാതെ കൊടുക്കുകയാണ്. 2-3 ആളുകൾക്ക് ഉണ്ടാകുന്ന അസൗകര്യമാണോ? 10,000-കണക്കിന് ആളുകൾ ഭക്തർ അവിടെ വർഷങ്ങളായി 2-3 ദിവസമൊക്കെ നിന്ന് ദർശനം നടത്തി പോയിട്ടുണ്ട്. ഒരു കുഴപ്പമുണ്ടാക്കിയില്ല.
പക്ഷേ ഇപ്പോൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശബരിമലയിൽ പോലീസ് ഇടപെടൽ ശരിയായ രീതിയിലാണെന്ന അഭിപ്രായമാണ് സർക്കാരിനെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. വിശ്വാസികളെ ദേവസ്വം മന്ത്രി നിയമസഭയിൽ അവഹേളിച്ചുവെന്ന് ആരോപിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ദർശനം നടത്താതെ മാല ഊരി തീർത്ഥാടകർ തിരികെ പോയത് മറ്റു വഴിയില്ലാത്തതിനാലാണെന്നും കുറ്റപ്പെടുത്തി. തിരക്ക് കാരണം, ബുദ്ധിമുട്ട് കാരണം 12 മണിക്കൂർ 14 മണിക്കൂർ ക്യൂ നിന്ന് ബോധം കെട്ട് വീണ അയ്യപ്പ ഭക്തന്മാർ മാലയൂരി തിരിച്ചു പോയത് അവര് കപട വിശ്വാസികളായതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ദേവസ്വം മന്ത്രിമാരാക്കിയാൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? ഇയാൾ ഏത് നാട്ടിലെ ദേവസ്വം മന്ത്രിയാണ്? മിസ്റ്റർ രാധാകൃഷ്ണൻ, താങ്കൾക്ക് വേറെ ഏതെങ്കിലും സമുദായത്തിലെ ആചാരങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവും? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രചാരണ വിഷയമാക്കാനിരുന്ന BJP മന്ത്രിയുടെ പരാമർശങ്ങളും ആയുധമാക്കാനാണ് ഒരുങ്ങുന്നത്. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധിക സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുസ്ലിം ലീഗ്. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കോൺഗ്രസിന്റെ ഉറപ്പ്. സീറ്റ് വിഭജനം സംബന്ധിച്ച കോൺഗ്രസ് ലീഗ് നേതാക്കൾ വീണ്ടും ചർച്ച നടത്തും. രാഹുൽ ഗാന്ധി മത്സരിക്കാനില്ലെങ്കിൽ വയനാട് സീറ്റ് വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ വടകര, കണ്ണൂർ സീറ്റുകളിൽ ഒരെണ്ണമാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമാകാതെ വന്നതോടെ ഫെബ്രുവരി 5-ന് കോൺഗ്രസ് ലീഗ് നേതാക്കൾ വീണ്ടും ചർച്ച നടത്തും. അധിക സീറ്റ് ആവശ്യപ്പെട്ടോ എന്ന ചോദ്യത്തിന് PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി ഇങ്ങനെ: ആവശ്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, വിശദമായി ചർച്ച ചെയ്തു. അപ്പോൾ അവർ ആലോചിച്ചതിന് ശേഷം നെക്സ്റ്റ് റൗണ്ട് ടോക്ക് എന്നുള്ള നിലക്ക് ഇപ്പോൾ പിരിയാണ്. ഞങ്ങൾ ആവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. നിലവിൽ മത്സരിക്കുന്ന സീറ്റുകൾ വിട്ടു നൽകുന്നതിന് കോൺഗ്രസ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യം കുഞ്ഞാലിക്കുട്ടിയെ ധരിപ്പിച്ചു. മുസ്ലിം ലീഗിൽ ആലോചിച്ച് തീരുമാനമെടുക്കാമെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. UDFന്റെ വിജയ സാധ്യതയെ ബാധിക്കുന്ന നിലയിൽ സീറ്റ് പിടിച്ചു വാങ്ങേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് ലീഗിലെ തീരുമാനം. 24 തിരുവനന്തപുരം. കേരള ജനപക്ഷം നേതാവ് PC ജോർജും മകൻ ഷോൺ ജോർജും BJPയിൽ ചേർന്നു. കേരള ജനപക്ഷം പാർട്ടി BJPയിൽ ലയിച്ചു. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ, കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ, V. മുരളീധരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പാർട്ടി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് PC ജോർജ് പറഞ്ഞു. ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് വെച്ചാണ് കേരള ജനപക്ഷം നേതാവ് PC ജോർജും മകൻ ഷോൺ ജോർജും BJP അംഗത്വം സ്വീകരിച്ചത്. കേന്ദ്ര സഹമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ, V. മുരളീധരൻ എന്നിവർ ചേർന്ന് PC ജോർജിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 5 സീറ്റുകൾ BJPക്ക് ലഭിക്കുമെന്ന് അംഗത്വം സ്വീകരിച്ച് PC ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. മിനിമം 5 സീറ്റെങ്കിലും, 5 കൂടുതൽ കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞില്ല. BJP നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് നിൽക്കേണ്ട. ഒരു കാര്യം പറയാം, ഒരിക്കലും നിൽക്കണമെന്നൊരു ആഗ്രഹം പോലും ഒരിടത്തും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഇടതുപക്ഷത്തെയും പ്രതിപക്ഷത്തെയും PC ജോർജ് ഒരുപോലെ വിമർശിച്ചു. LDFും UDFും ഒരേ മനസ്സ്, ഒരു രാഷ്ട്രീയ കച്ചവടമാണ് അവിടെ നടക്കുന്നത്, രാഷ്ട്രീയ കച്ചവടം. ഇത് വെറും തുടക്കം എന്നായിരുന്നു BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറിന്റെ പ്രതികരണം. BJPയിലെത്തിയ PC ജോർജ് പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തി. ഉടൻ തന്നെ ലയന സമ്മേളനം വിളിച്ചു ചേർക്കുമെന്ന് PC ജോർജ് അറിയിച്ചു. 24 ഡൽഹി. രാമായണവുമായി ബന്ധപ്പെട്ട വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ P. ബാലചന്ദ്രൻ MLAക്കെതിരെ CPIയിൽ അച്ചടക്ക നടപടി. പരസ്യശാസന നൽകാനാണ് തീരുമാനം. ഇന്ന് ചേർന്ന CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ P. ബാലചന്ദ്രൻ വിശദീകരണം നൽകിയിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് ഖേദപ്രകടനം നടത്തിയിരുന്നെങ്കിലും P. ബാലചന്ദ്രൻ്റേത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്ന് പാർട്ടി വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഷയത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടി നേതൃത്വം. വാർത്താമഴ തുടരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് കുറയും. കേന്ദ്ര ഹജ്ജ് കാര്യ വകുപ്പ് മന്ത്രി ഇളവ് ഉറപ്പ് നൽകിയതായി മുസ്ലിം ലീഗ് MPമാരും ഇക്കാര്യം കേന്ദ്ര വ്യോമയാന വകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചെന്ന് മന്ത്രി V. അബ്ദുറഹ്മാനും വ്യക്തമാക്കി. അമിത വിമാന നിരക്കിനെതിരെ പ്രതിഷേധം രൂക്ഷമായ സാഹചര്യത്തിലാണ് കേന്ദ്ര ഇടപെടൽ ഉണ്ടായത്. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ MPമാർ, ഞാനും പിന്നെ അബ്ദുസ്വാനിയും വഹാബ് സാഹിബും കൂടി മിനിസ്റ്റർ കണ്ടിരുന്നു. സ്മൃതി ഇറാനി അവർ സംസാരിച്ചിരുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് അവരായിട്ട് വിളിച്ച് സംസാരിക്കേണ്ട സംഗതി കൂടിയാണ് എയർ ഇന്ത്യൻ്റെ ആൾക്കാർ. അപ്പോൾ അത് നോക്കാം, പരിമിതി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു മിനിസ്റ്റർ പരമാവധി ട്രൈ ഈ കാര്യം ചെയ്യണം, ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു. തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വിളിച്ചു. $500 വരെ പെർ ഹെഡ്
അത് കുറക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള വിവരം പറഞ്ഞു. അപ്പോൾ ഇതിൽ 40,000 റുപ്യത്തോളം വ്യത്യാസം ഉണ്ടാവും. മൂക്കന്നൂരിലെ ക്രൂരന് കൊലക്കയർ. അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ. കുടുംബ വഴക്കിനെ തുടർന്ന് 3 പേരെ കൊലപ്പെടുത്തിയ കേസിൽ എറണാകുളം സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. സഹോദരൻ ശിവൻ, ശിവന്റെ ഭാര്യ വത്സല, മകൾ സ്മിത എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ബാബുവിനെ കോടതി ശിക്ഷിച്ചത്. സ്വത്തു തർക്കമായിരുന്നു കൊലയ്ക്ക് കാരണം. സ്മിതയെ കൊലപ്പെടുത്തിയതിലാണ് വധശിക്ഷ. 34 ക്രൂരമായ വെട്ടുകളാണ് സ്മിതയുടെ ദേഹത്തുണ്ടായിരുന്നത്. മറ്റു 2 കൊലപാതകങ്ങളിൽ ഇരട്ട ജീവപര്യന്തവും ശിക്ഷ വിധിച്ചു. കുട്ടികളെ ആക്രമിച്ച കേസിൽ 10 വർഷം തടവ്. ഇതിനു പുറമെ 4,10,000 രൂപ പിഴയും ഒടുക്കണം. ഞങ്ങൾക്ക് അതിയായ സന്തോഷമാണ്. കാരണം ഒരു നീതി നടപ്പാക്കി എന്ന് തന്നെയാണ് നമ്മുടെ തീർച്ചയായിട്ടുള്ള വിശ്വാസം. ദത്ത് കിട്ടി എന്നുള്ളതിൽ തീർച്ചയായിട്ടും വളരെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം ഇത് തന്നെയാണ് ശിക്ഷ. അത് ശരിയായ വിധിയാണ് ഈ കോടതി ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായിട്ടുള്ളത്. 2018 ഫെബ്രുവരി 11 കേസിനാസ്പദമായ സംഭവം. വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് 3 കൊലപാതകങ്ങളും നടത്തിയത്. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേസന്വേഷണത്തിൽ നിർണായകമായി. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ അതിക്രമങ്ങൾ പരിഗണിക്കുന്ന എറണാകുളത്തെ പ്രത്യേക കോടതി ജഡ്ജി കെ സോമനാണ് കേസിൽ ശിക്ഷ വിധിച്ചത്. 24 കൊച്ചി. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.